പടം കണ്ടോ വീണ്ടും? ആണോ? കോപ്പിന്റെ റിവ്യൂസ് അങ്ങനെ പ്രത്യേകം എടുത്ത് ശ്രദ്ധിക്കാറില്ല. അധ്യാപകനാണല്ലോ, അധ്യാപകന്റെ കറക്റ്റ് സ്വഭാവമാണല്ലോ പുള്ളി കാണിക്കണത്. പുള്ളി പഠിപ്പിക്കാനുള്ള വിഷയങ്ങൾ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പോയി ചെക്ക് ചെയ്യാറില്ലല്ലോ. പക്ഷെ അഭിപ്രായം റിവ്യൂ ആർക്കും വേണമെങ്കിലും ഇടാം. അൻഷോണ്ട് വെറുതെ എന്താണ് പടം കണ്ടവരാണല്ലോ ഒരു ആണോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇതങ്ങനെ ആർക്കുള്ള കൊട്ടൊന്നുമല്ല. ഇതൊരു കഥയാണ്, അതിലെ കഥാപാത്രമാണ് വിവേകാനന്ദൻ. അത് സമൂഹത്തിലുണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ അവർക്കെതിരെ അങ്ങനത്തെ പരിപാടികളൊന്നും അല്ല ഒരു സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിനിമ എൻ്റർടൈനിങ് ആയിരിക്കണം എല്ലാത്തിനും ഉപരി, ഏത് വിഷയമാണെങ്കിലും. പിന്നീട് അത് നമ്മൾ ആരെയും വ്യക്തിഗത ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതുമല്ല, ഒരാളെ മാത്രം ഉദ്ദേശിച്ച് ചെയ്യുന്നതല്ല. നമ്മളിലുണ്ടോ ആ വിവേകാനന്ദൻ, അല്ലെങ്കിൽ നമ്മൾക്ക് അറിയുന്നവരിലുണ്ടോ എങ്കിൽ നമ്മളവരെ ഒറ്റപ്പെടുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങളും ഇല്ല. ഇത് ഓരോരുത്തർക്കും ഇങ്ങനത്തെ ഓരോ സിറ്റുവേഷനിലേക്ക് എത്തിച്ചേരുന്നത് ചിലപ്പോൾ അവരുടേതായ ജീവിതത്തിലുള്ള ഏത് ദുഷ്കരമായ അനുഭവങ്ങൾ വഴിയായിരിക്കാം. അപ്പോൾ ഇത്
കൗൺസിലിംഗ് ചെയ്തും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൊക്കെ മാറ്റാവുന്ന ഇതാണ് നേരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ അങ്ങനത്തെ നമ്മുടെ ഇടയിൽ കുറച്ചും കൂടി ലൈംഗികരമായിട്ടുള്ള ചർച്ചകളും അല്ലെങ്കിൽ ലൈംഗികപരമായിട്ടുള്ള എന്താണ് ഇതിൻ്റെ അവസ്ഥകൾ, താല്പര്യമില്ലായ്മ അല്ലെങ്കിൽ ഭയമില്ലായ്മ, അല്ലെങ്കിൽ ഇത് കീഴ്പ്പെടുത്തി നേടേണ്ട ഒന്നാണ്, അല്ലെങ്കിൽ അത് ആധികാരികമായി അല്ലെങ്കിൽ ഇന്ന വർഗ്ഗക്കാരുടെ മാത്രം അധികാരമാണ്, അങ്ങനെ ഉള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അതല്ല എന്നും ഇത് രണ്ടു കൂട്ടർക്കും വളരെ സമാധാനത്തോടും സന്തോഷകരമായി ചെയ്യേണ്ട ഒന്നാണെന്നുമുള്ള ഒരു സന്ദേശം നൽകണമെന്നുണ്ട്. അങ്ങനത്തെ ചർച്ചകൾ കൂടുതലായിട്ട് ഇനി ഇതുവഴി അല്ലെങ്കിൽ ഇത് കാണുന്നത് വഴി നമുക്കിടയിൽ, അതായത് ഇത് ചർച്ച ചെയ്യാനുള്ള മടി നമ്മളിൽ ആരിലും ഉണ്ടാവരുത്. ഇത് ചർച്ച ചെയ്യേണ്ടതാണ്. ചർച്ച ചെയ്താലാണ് അത് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത് ചർച്ചകളിലൂടെയും അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടേണ്ട ആവശ്യമായ ഇൻഫോർമേഷൻ, നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഇൻഫോർമേഷനൊക്കെ തെറ്റാണെന്നും ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഇൻഫോർമേഷൻ എവിടെ നിന്ന് കിട്ടുമെന്നും അല്ലെങ്കിൽ ഇതിൻ്റെ എവിടെ നിന്നാണ് അറിയേണ്ടത്, അങ്ങനെയുള്ള ചർച്ചകൾ ഒക്കെ ഇതുവഴി നമ്മൾ പ്രാവർത്തികമാക്കണം ഇനിയുള്ള വരും കാലങ്ങളിൽ. കാരണം നമ്മളെ ആരും ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ല. ഇങ്ങനത്തെ കാര്യങ്ങളും ഇങ്ങനത്തെ വ്യത്യസ്ത സ്വഭാവപര ഒരുപാട് ആളുകളുണ്ട് വ്യത്യസ്ത സ്വഭാവത്തിൽ. അവരെ നമ്മൾ മാറ്റി നിർത്തല്ലേ വേണ്ടത്. നമ്മൾ ചർച്ച ചെയ്തിട്ട് കൂടുതൽ കൗൺസിലിങ്ങിലൂടെ അവരുടെ ജീവിതത്തിലേക്ക് നല്ല രീതിയിൽ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഇത് ഒരു സ്ത്രീപക്ഷ സിനിമയാണെന്ന് ചില കമന്റുകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് പറയുന്നത്? അത് ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ആദ്യം സിനിമ റിലീസായ സമയത്ത് കുറച്ച് ആളുകൾ സ്ത്രീപക്ഷ സിനിമ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സിനിമയ്ക്കെതിരെ സംസാരിക്കുന്നതായിട്ട് ഞാനും കണ്ടിരുന്നു ഓൺലൈൻ. പക്ഷേ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളുടെ ലേറ്റസ്റ്റ് പോസ്റ്റർ എന്ന് പറയുന്നത് സ്ത്രീപക്ഷ സിനിമയോ പുരുഷപക്ഷ സിനിമയോ അല്ല, ഇതൊരു മനുഷ്യപക്ഷ സിനിമയാണെന്ന് പറഞ്ഞിട്ടാണ് അവരിപ്പോൾ പോസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പം കാരണം ഈ സിനിമയിൽ സ്ത്രീപക്ഷത്തിനെയും ആൺപക്ഷ അല്ലെങ്കിൽ മെയിലിസം എന്താണ് പറയുക, മെയിൽ ഷോവനിസം, അതിന് രണ്ടു കൂട്ടരെയും കളിയാകുന്നുണ്ട്. പിന്നെ ഇതൊരു സിനിമയാണ്. സിനിമ എന്ന് പറയുമ്പം ഒരു കഥ നമ്മൾ എടുത്തു എന്നുള്ളതാണ്. അപ്പം അതിൽ ഷൈൻ പറഞ്ഞ പോലെ നിങ്ങൾ ഈ സിനിമ കാണുക, ആദ്യം ഈ സിനിമ കണ്ടിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുക. തിയേറ്ററിൽ വന്ന് സിനിമ കണ്ട് ഇത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഏത് പക്ഷ സിനിമയാണെന്നുള്ളത്. സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും നമ്മുടെ കുടുംബത്തിലുള്ളവരല്ലേ അല്ലാതെ ആരും മാറ്റി നിർത്താനും പറ്റില്ല. രണ്ടുപേരും മാറ്റി നിർത്താൻ പറ്റുന്ന ആളുകളല്ല. ഇത് രണ്ടും നമ്മുടെ കുടുംബത്തിലാണ് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മുടെ കുടുംബത്തിലെ ഒരു ഇഷ്യൂവിൽ സ്ത്രീക്ക് പുരുഷനും സ്ത്രീയും ആണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. ഇത് സ്ത്രീകളുടെ മാത്രം പ്രശ്നം, പുരുഷന്മാരുടെ മാത്രം പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇങ്ങനത്തെ ഇൻസിഡൻസിന് വിക്ടിംസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അനുഭവിച്ച ആളുകളുടെ കോളുകളൊക്കെ നമുക്ക് വരുന്നുണ്ട്. ഇപ്പോൾ സാറിനാണെങ്കിൽ നമുക്കൊക്കെ പേഴ്സണലി ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് നടക്കുന്ന സംഭവമാണ്, കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ. അപ്പോൾ ഇനിയെങ്കിലും ഇതിനെപ്പറ്റി ഒരു ചർച്ച ചെയ്യപ്പെടട്ടെ. ഈ സിനിമ ഇതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഭാഗമായാലേ ഞങ്ങൾക്കൊരു സന്തോഷമുണ്ട്. അപ്പം എല്ലാവരും വന്ന് തിയേറ്ററിൽ വന്ന് സിനിമ കാണുക എന്നുള്ളതാണ് ആദ്യം, എന്നിട്ട് തീരുമാനിക്കുക ഏത് പക്ഷ സിനിമയാണ്. പടം ആശയപരമായിട്ടുള്ള പടം നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ ആ രീതിയിൽ എഴുതും. ഇപ്പോൾ ഒരുപാട് റിവ്യൂസ് ഞാൻ കണ്ടു. പടമാവും ഇങ്ങനത്തെ വിഷയങ്ങളാവുമ്പോൾ എന്തായാലും എല്ലാവർക്കും പൂർണ്ണമായി സംതൃപ്തിപ്പെടുത്താൻ പറ്റില്ല. കാരണം വിഷയപരമായിട്ട് എന്തായാലും തർക്കങ്ങളുണ്ടാകും. ഇപ്പോൾ പറഞ്ഞ പോലെ ഇത് സ്ത്രീകളുടെ സിനിമയാണെന്നുണ്ട് പുരുഷൻ. പക്ഷേ ഈ സിനിമ എൻ്റർടൈനിങ് ആണോ എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ട് അതിനനുസരിച്ചുള്ള റിവ്യൂ ഇടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് എഴുതാം. പക്ഷെ സിനിമയെ നശിപ്പിക്കുന്ന രീതിയിൽ, അല്ലാതെ കാണാത്ത രീതിയിൽ റിവ്യൂസ് ഇടുന്നത് ആളുകൾ അത് കാണാൻ അവസരം ഉണ്ടാവേണ്ട ഒരു വിഭാഗത്തിനെയാണ് അവരില്ലാതെയാകുന്നത്. സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ തിയേറ്ററിൽ വന്ന് പടം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. പടത്തിൻ്റെ ആശയപരമായിട്ടുള്ള സംഭവമല്ല, പടം നിങ്ങൾ എൻ്റർടൈൻ ചെയ്യിക്കുന്നുണ്ടോ, പടം നിങ്ങളെ എൻജോയ് ചെയ്യിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതിനുശേഷമാണ് ആശയത്തിൻ്റെയൊക്കെ പ്രാധാന്യമുള്ളൂ. എന്ത് ആശയമാണെങ്കിലും പടം നിങ്ങളെ എൻ്റർടൈൻ ചെയ്യിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രാധാന്യം. അൻഷ, ഇതിനകത്ത് ഒരു മോഡേൺ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അൻഷ ഈ കഥാപാത്രമായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പം എങ്ങനെയാണ് ശരിക്കും ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന പെൺകുട്ടികൾ ഇങ്ങനെ അനുഭവിക്കുന്നുണ്ടോ? ഞാൻ ഈ വിവേകാനന്ദൻ വരലാണ്ട മൂവിയിൽ ഞാനൊരു ക്യാരക്ടർ ചെയ്തേക്കുന്നത്. അതിൻ്റെ പേരാണ് ദിവ്യ. അപ്പോൾ ദിവ്യ എന്ന് പറഞ്ഞാൽ സാധാരണ പെൺകുട്ടിയാണ്. മോഡേൺ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ ഏതൊരു സ്ത്രീയുടെ ഉള്ളിലും ബ്യൂട്ടി പാർലറിലാണ് വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ടാണ് മോഡേൺ ഉദ്ദേശിച്ചത്. ഒരു സാധാരണ പെൺകുട്ടിയാണ്. അപ്പം പക്ഷേ ബോൾഡും ആണ് ആള്. അപ്പോൾ കുറേ പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, സാധാരണ പെൺകുട്ടികൾക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്തതെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എല്ലാവരുടെ ലൈഫിലും ഉണ്ടായിട്ടുണ്ടാവുന്ന ഒരു സംഭവമായിരിക്കണം എന്നാണ് തോന്നുന്നത്. ഇത് എല്ലാ കാലഘട്ടത്തിലുള്ളതാണ് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ അവസ്ഥകളും. ഈ കാലഘട്ടത്തിൽ അത് നമ്മൾ കൂടുതൽ എക്സ്പോഷർ കിട്ടുന്നു അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ അറിയുന്നു എന്നുള്ളൂ.
കാരണം എല്ലാവർക്കും അവരുടെ മൊബൈൽ ഈ പടത്തിൽ കാണിക്കുന്ന പോലെ മൊബൈൽ തുറന്ന് വെച്ച് ലൈവ് പോകാമല്ലോ, അല്ലെങ്കിൽ ഒരു മാധ്യമപ്രവർത്തകനാണ് എല്ലാവരും. അപ്പോൾ നമ്മളിലേക്ക് കൂടുതൽ ഇങ്ങനത്തെ വിഷയങ്ങൾ എത്തുന്നു. പണ്ട് അത് വളരെ ചുരുക്കമായിട്ടാണ് നമ്മൾക്കിടയിലേക്ക് വരാറുള്ളൂ അങ്ങനത്തെ വിഷയങ്ങൾ. കോപ്പിൻ്റെ റിവ്യൂസ് അങ്ങനെ പ്രത്യേകം എടുത്ത് ശ്രദ്ധിക്കാറില്ല. നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നവർക്ക് നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകൾ ഉണ്ടാവാമല്ലോ സ്വാഭാവികമായിട്ടും. അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അപ്പോൾ പുള്ളിക്ക് നെഗറ്റീവായിട്ടാണ് തോന്നിയെങ്കിൽ പുള്ളി നെഗറ്റീവായിട്ടല്ലേ ഇടുള്ളൂ. പിന്നെ മഞ്ഞായതും ഫുൾ മഞ്ഞായിട്ടല്ലേ കാണുള്ളൂ എന്ന് പറഞ്ഞ പോലെ സിനിമേനെ ഇപ്പോൾ ആ പുള്ളിയുടെ റിവ്യൂ കണ്ടിട്ട് കാണുന്നവരോ അല്ലെങ്കിൽ ഈ സിനിമയ്ക്കും അങ്ങനെ സംഭവിക്കും ആണെങ്കിൽ കൂടി ആത്യന്തികമായിട്ട് പുള്ളിയുടെ റിവ്യൂ കൊണ്ട് സിനിമകളെല്ലാം തകർക്കാൻ പറ്റില്ലല്ലോ. നല്ല സിനിമയാണ്, എൻ്റർടൈനിങ് ആണെങ്കിൽ ആളുകൾ വന്ന് കാണും. ഈ ഒരു പടത്തിനെ നശിപ്പിച്ചൊരു പുള്ളിക്ക് എന്താണ് കിട്ടാനുള്ളത്? പുള്ളിയുടെ ജോലി കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ നോക്കിയാൽ മതി. പുള്ളിക്ക് എന്താ ജോലി ശരിക്കും? അല്ല, പുള്ളിക്ക് വേറെ എന്തെങ്കിലും ജോലി ഉണ്ടോ? ജോലിയുള്ളതായിട്ട് അറിയുമോ? അധ്യാപകനാണല്ലോ. അധ്യാപകന്റെ കറക്റ്റ് സ്വഭാവമാണല്ലോ പുള്ളി കാണിക്കണത്. പുള്ളിക്ക് പഠിപ്പിക്കാനുള്ള വിഷയങ്ങൾ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പോയി ചെക്ക് ചെയ്യാറില്ലല്ലോ. പക്ഷെ അഭിപ്രായം റിവ്യൂ ആർക്കും വേണമെങ്കിലും ഇടാം. പക്ഷേ ഒരു സമൂഹത്തിന് വിഷയമായിട്ടുള്ള അല്ലെങ്കിൽ ആളുകൾ സംസാരിക്കാത്ത ഒരു വിഷയം അല്ലെങ്കിൽ ഒരു ആശയം സംസാരിക്കുന്ന സമയത്ത് അതിനെ പൂർണ്ണമായി ഇല്ലാതെയാക്കുന്ന രീതിയിൽ പുള്ളി കാണുന്നത് പോലെ അല്ലല്ലോ നമ്മൾ പടം കാണുന്നത്. അപ്പോൾ പുള്ളിക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, പുള്ളിക്ക് ഇഷ്ടമില്ലാത്തതെല്ലാം എല്ലാവർക്കും ഇല്ലാത്തതായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ മൊത്തമായിട്ട് അങ്ങനെ അടച്ച് ആക്ഷേപിക്കാൻ പാടുള്ളതല്ല. പിന്നെ ഓരോരുത്തരുടെ സംസ്കാരത്തിനനുസരിച്ചല്ലേ സംസാരിക്കുള്ളൂ. പിന്നെ ആൾക്കിപ്പോൾ നെഗറ്റീവ് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും. നെഗറ്റീവും വരട്ടെ, നെഗറ്റീവും പോസിറ്റീവ് ഒക്കെ വരട്ടെ. സിനിമയ്ക്ക് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് അല്ലേ അവർ പറയണത്. പിന്നെ ആളുടെ യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ ആളുടെ വ്ളോഗ് കാണുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ അങ്ങനെ അത്രയും ആൾക്കാർ അറിയട്ടെ ഞങ്ങളുടെ സിനിമ ഇറങ്ങിയിട്ടുണ്ട്, ഇങ്ങനെ തിയേറ്ററിലുണ്ടെന്ന് അറിയട്ടെ. ഞാൻ അതിനെ ഒരു വേറെ രീതിയിലാണ് കാണുന്നത്. മോശമാണോന്ന് അറിയാനെങ്കിൽ മോശമാണെന്ന് പറഞ്ഞിട്ട് പൂർണ്ണമായിട്ട് തന്നെ ഉപയോഗിക്കാതെ അല്ലെങ്കിൽ നമ്മൾ ചെന്ന് കാണാതെ ഇരിക്കാറില്ലല്ലോ. നമ്മൾ ചെന്ന് നോക്കാമല്ലോ. നമുക്ക് എല്ലാവർക്കും അതിനുള്ള അവകാശമുണ്ട്. ഇത് റിവ്യൂ ഇടട്ടെ, പുള്ളിയുടെ റിവ്യൂ കണ്ട് പടം കാണാതെ ഇരിക്കുന്ന ആളുകൾ കാണാതിരിക്കുക ചെയ്യട്ടെ. പക്ഷെ ഞാൻ പുള്ളിയുടെ റിവ്യൂ കണ്ട് കുറെ ചിരിച്ചു കേട്ടോ. കാരണം എൻ്റെ ക്യാരക്ടറിനെ പറ്റി പറഞ്ഞത് കേട്ട് കുറെ ഞാൻ ചിരിച്ചു. പറയാൻ പറ്റില്ല. പുള്ളി ഇത്ര എന്താണ് ടേം, അട്രോഷ്യസ് ആയിട്ടൊരു ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞ പുള്ളി പറഞ്ഞത്. പക്ഷെ ഞാനത് പുള്ളിയുടെ ആ ഒരു പ്രസന്റേഷൻ ഉണ്ടല്ലോ അതിൽ ഞാൻ കുറെ ചിരിച്ചു. കാരണം നമുക്ക് ഈ പോസിറ്റീവിനെയും കാട്ടി കൂടുതൽ ആൾക്കാർ ആദ്യം അയച്ചു തരുന്നത് നെഗറ്റീവാണ്. പക്ഷെ നമ്മുടെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൂടെ നമ്മൾ വരുമ്പോൾ പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ നമുക്ക് ബുക്കിംഗ് വരുന്നുണ്ട്. പടം കാണാൻ ആൾക്കാർ തിയേറ്ററിൽ കയറുന്നുണ്ട്, ബുക്കിംഗ് വരുന്നുണ്ട്. ബുക്ക് മൈ ഷോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. അപ്പം നെഗറ്റീവ് വന്നാലും പോസിറ്റീവ് വന്നാലും നല്ല സിനിമയാണെങ്കിലും ആളുകൾ അംഗീകരിക്കും. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ രീതിയിൽ നമ്മൾ എൻജോയ് ചെയ്ത് പോകാന്നുള്ളതാണ്. ഞാനത് ആ രീതിയിലാണ് എടുത്തത്. കണ്ടിട്ടില്ലേ? നിങ്ങൾ പടം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയാം. അല്ലാതെ നമ്മളാരും നിങ്ങളെ നിർബന്ധിക്കുന്നില്ലല്ലോ. ഞങ്ങൾ ആരും ഇവിടെ വന്നിരുന്നിട്ട് ഞങ്ങളുടെ സിനിമ മികച്ചതാണ്, ഇത് നല്ല സിനിമയാണ്, നിങ്ങൾ കാണണമെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് തിയേറ്ററിൽ കാണാനുള്ള അവസരമുണ്ട്. കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് പറയാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം. അത് മുഴുവനായിട്ടൊരു സാധനത്തിനെ കുറ്റം പറഞ്ഞ് തള്ളിക്കളയേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ലല്ലോ. അത് നിങ്ങൾക്കും വിറ്റ്നസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ഓരോരുത്തർക്കും. നിങ്ങൾക്കൊരു അഭിപ്രായം പറയാൻ പടം കാണാൻ ഇഷ്ടമുള്ള ആളുകളാണ്. സോഷ്യൽ അവയർനെസ് നൽകുന്ന സിനിമകൾ ഇനിയും ചെയ്യാൻ ആഗ്രഹമുണ്ട്. അങ്ങനെ സോഷ്യൽ അവയർനെസ് നൽകാൻ വേണ്ടിയിട്ടല്ല പടം ചെയ്യുന്നത്. നമ്മൾ ആക്ച്വലി ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യിക്കുകയാണ്. എന്ത് വിഷയമാണെങ്കിലും എന്ത് ആണെങ്കിലും നമ്മൾ പറയുന്നതെങ്കിലും അതിൻ്റെ ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത് അത് എൻ്റർടൈനിങ് ആണോ എന്നുള്ളതാണ്. അല്ലാതെ സോഷ്യൽ അവയർനെസ്സിന് വേണ്ടിയിട്ടല്ല ഞാൻ സിനിമ ചെയ്യുന്നത്. ആളുകളെ എൻ്റർടൈൻ ചെയ്യിക്കാനാണ്. അത് എന്ത് വിഷയമാണെങ്കിലും. അതിൽ ചില സമയങ്ങളിൽ ചില സംവിധായകരുടെ പ്രത്യേകതകൾ കൊണ്ട് അതിൽ സോഷ്യൽ അവയർനെസ്സിനുള്ള വിഷയങ്ങളുണ്ടാകാം, ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാം. ഇപ്പോൾ ആമയും മുയലിൻ്റെയും കഥ നമ്മളുടെ അടുത്ത് പറഞ്ഞു തരുമ്പോൾ അതിൽ അവൻ്റെ നമ്മളെന്താ പറയുക, ഭയങ്കര അത്യാഗ്രഹം എന്നല്ല അതിന് പറയാം, ഭയങ്കര ഓവർ കോൺഫിഡൻസ് കൊണ്ടാണല്ലോ ആമ തോൽക്കുന്നത്, അല്ല മുയൽ തോൽക്കുന്നതും ആമ വിജയിക്കുന്നതും. അതിൻ്റെ സാരാംശം എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം, അതൊരു കഥ പോലെ കേൾക്കേണ്ടവർക്ക് കഥ പോലെ കേൾക്കാം. അതിനെ അവിടെ പ്രസക്തിയുള്ളൂ. സാരാംശമൊക്കെ ആദ്യം നമ്മൾ ഉറങ്ങാൻ വേണ്ടി നമുക്ക് പറഞ്ഞു തന്ന കഥകളിൽ
നടക്കുന്നുണ്ടോ, കഥ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ കൊച്ചിനെ, കഥ കേട്ട കൊച്ചിനെ, അത് മാത്രമേ നമ്മൾ നോക്കുള്ളൂ. ആ കൊച്ച് ആശയം എടുക്കാതിരിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യുക, അതൊക്കെ രണ്ടാമത്. സിനിമ എന്ന രീതിയിൽ അത് എൻ്റർടൈനിങ് ആയിരിക്കണം, അത് ഏത് വിഷയം പറയുമ്പോൾ. അപ്പോൾ അതിനാണ് പ്രാധാന്യം, അത് സോഷ്യൽ അവയർനെസ്സിനല്ല. എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പാകത്തിലുള്ള അത്രയും മോശപ്പെട്ട ആൾക്കാരൊന്നും ഞാൻ കാണാറില്ല എന്നേക്കാളും.